ഇന്ന് വന്നിരിക്കുന്നത് ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്ക് റെഡിയാക്കി എടുക്കുന്നതിന് മുൻപായിട്ട് 1/2 ഗ്ലാസ് ഇളനീരിൻ്റെ വെള്ളവും 2 ഇളനീരിൻ്റെ പൾപ്പും മാറ്റി വയ്ക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മൂത്ത ഇളനീരാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ടെൻഡർ ആയിട്ടുള്ള ഇളനീർ കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 240 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 3 തവണ അരിച്ചെടുക്കാം കേട്ടോ. വേറെ ബൗളിൽ 4 മുട്ടയും 1/2 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഇനി മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി മുട്ടയുടെ മിക്സിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് ഇങ്ങനെ സാവധാനം ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മിൽക്ക് എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് സാവധാനം ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സാവധാനം ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പാലും ഡ്രൈ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് സാവധാനം ഫോൾഡ് ചെയ്തെടുക്കുക. ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോഴും കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈ മിക്സിൻ്റെ കൺസിസ്റ്റൻസി, കണ്ടോ. ഇനി ഞാൻ ഈ ഒരു കേക്ക് 7 ഇഞ്ച് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്, ഇതുപോലൊരു ഇഡ്ഡലി തട്ടിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. 30 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്, കണ്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കേക്ക് നന്നായി ചൂടാറിയതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിൽ ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീമിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത ക്രീം നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഈ ക്രീമിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഇളനീരിൻ്റെ പൾപ്പ് ഞാൻ 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബ്ലെൻഡ് ചെയ്ത ഇളനീരിൻ്റെ പൾപ്പിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ക്രീം ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലിപ്പോൾ ടേൺ ടേബിൾ ഇല്ല. ടേൺ ടേബിളിന് പകരമായിട്ട് ഞാൻ കേക്ക് ബോർഡിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു മൂടി വെച്ച് മുടിയുടെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നത്. ഇനി ഷുഗർ സിറപ്പ് വേണം. ഷുഗർ സിറപ്പ് ഞാൻ 1/2 കപ്പ് വെള്ളത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് ഇളനീരിൻ്റെ വെള്ളവും ചേർത്ത് ഒന്ന് തണുപ്പിച്ചെടുത്താണ് കേട്ടോ. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി കേക്ക് ബോർഡിന് മുകളിലായിട്ട് കുറച്ച് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിലായിട്ട് ക്രീം ആക്കി കൊടുക്കാം. ക്രീം നന്നായി തന്നെ ആക്കി കൊടുക്കണം. ഇനി ക്രീമിന് മുകളിലായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് ഇളനീരിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഇളനീർ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇനി കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. വീണ്ടും ക്രീം ആക്കി കൊടുക്കുക. ഇളനീരിൻ്റെ പൾപ്പ് ബ്ലെൻഡ് ചെയ്ത് ചേർത്ത് കൊടുക്കുക.
ഇളനീരിൻ്റെ കഷ്ണങ്ങളൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അടുത്ത ലെയറും നമ്മൾ നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ക്രീം ആക്കി കൊടുക്കുക. ക്രീം അത്യാവശ്യം തന്നെ ആക്കി കൊടുക്കണം. എന്നിട്ട് കേക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെക്കണം. അപ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് 10 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കേക്കിന് മുകളിലായിട്ട് കേക്ക് ജെൽ ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇനി വിപ്പിംഗ് ക്രീം കൊണ്ടുണ്ടാക്കിയ 3 ഫ്ലവർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ ഡസ്റ്റാണ് ഫ്ലവറിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ട് കേക്ക് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.